മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയം നാം ഏവരുടെയും പ്രത്യാശയും അഭയവുമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമയുടെ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട വിൻസൻ അച്ചനിലൂടെ ഈശോയുടെ തിരുഹൃദയത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഓ ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിൻ മുറിവിൽ എന്നെയും മറയ്ക്കണമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾക്കെന്നിൽ ദേവാ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളിത് ജൂൺ മാസത്തിലാണ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും പള്ളികളിലൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ചൊല്ലുകയും തിരുഹൃദയത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസമാണല്ലോ ഇത്. എല്ലാവർക്കും തിരുഹൃദയത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിന് 2 ഡയമെൻഷനുണ്ട്. ഒന്ന് ഒരു ബയോളജിക്കലായുള്ളൊരു ഡയമെൻഷനാണ്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തുടങ്ങി പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് ഹൃദയം. 24 മണിക്കൂറും ഒരു മനുഷ്യന് എത്ര വയസ്സ് ആയുസ്സുണ്ടോ അത്രയും കാലം ഒരു നിമിഷം പോലും നിൽക്കാതെ പ്രവർത്തിക്കുന്ന ഒരു മോട്ടറാണ് ഹൃദയം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ ആ വ്യക്തിയുടെ ആയുസ് തീർന്നു. അതുകൊണ്ട് ഏത് പ്രതികൂല കാലഘട്ടമായാലും എങ്ങനെയൊക്കെ ആയാലും ഇത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പ്രവർത്തനം നിലച്ചു പോയാൽ ജീവിതം തീർന്നു. അത് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിനൊരു ധാർമ്മികമായൊരു ഡയമെൻഷനുണ്ട്. ഒരു ശക്തനായൊരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ നമ്മൾ എന്ത് വിളിക്കും? ശക്തിമാൻ എന്ന് വിളിക്കും. നല്ല സുന്ദരനായ അല്ലെങ്കിൽ സുന്ദരിയായ ഒരു പുരുഷനെ, ഒരു സ്ത്രീയെ നമ്മൾ വിളിക്കും സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്ന് വിളിക്കും. കാരണം അവരുടെ ആ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും ഒക്കെ ആസ്പദമാക്കി നമ്മൾ വിളിക്കുന്നതാണ്. എന്നാൽ കരുണയുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ എന്ത് വിളിക്കും? അവൻ ഒരു ഹൃദയമുള്ളവനാണ്, അവൾ ഒരു ഹൃദയമുള്ളവളാണെന്ന് പറയും. കാരണം സ്നേഹത്തിൻ്റെ ഇരിപ്പിടം ഹൃദയമാണ്. ഈശോയെ നമ്മൾ കാണുന്നത് കരുണയുടെ പ്രതീകം, സ്നേഹത്തിൻ്റെ പ്രതീകം, ക്ഷമയുടെ പ്രതീകം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈശോയെ കാണുന്നത്. യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ ദൈവം സ്നേഹമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. കാരണം തൻ്റെ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി കുത്തിത്തുറക്കുവാനായിട്ട് അനുവദിച്ചു കൊടുത്തതാണ് ഈശോ. അതുകൊണ്ട് ഈശോയെ ഹൃദയമുള്ളവൻ, സ്നേഹമുള്ളവൻ, കരുണയുള്ളവൻ എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എല്ലാവരോടും ക്ഷമിക്കുന്നതാണ് ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഒരാളെപ്പോലും വെറുക്കാത്ത സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. അത്രമാത്രം ആ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈശോ എല്ലാവരെയും പരിപാലിക്കുന്നത്. എത്രയോ പാപികൾ ഈശോയുടെ അടുത്ത് വരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ഈശോയുടെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു നിയമം മാത്രം നോക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ ഈശോയ്ക്ക് അവളെ ആ നിയമത്തിന് വിട്ടുകൊടുക്കാമായിരുന്നു. അവളോട് ചോദിക്കാമായിരുന്നു, നീ നിയമം ലംഘിച്ചതാണ്, അതുകൊണ്ട് നീ ശിക്ഷയ്ക്ക് അർഹയല്ലേ, നീ ശിക്ഷ വാങ്ങേണ്ടേ എന്ന് ചോദിക്കാമായിരുന്നു. മാത്രവുമല്ല ഈശോയ്ക്ക് വേണമെങ്കിൽ ധാരാളം
എഗ്രിമെൻറ്റുകൾ വെക്കാമായിരുന്നു, ചില നിർദ്ദേശങ്ങൾ വെക്കാമായിരുന്നു. നീ അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ, ഇനി നീ അങ്ങനെ ചെയ്യാതിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കാം എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഈശോ അതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ആ മകളിലുള്ള അവളുടെ ആ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട്, അവളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈശോ മനസ്സിലാക്കി അവളും ദൈവത്തിൻ്റെ മകളാണ് എന്ന്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അവളിലുമുണ്ട്. ആ ആർദ്രതയും കരുണയും ഈശോയിൽ ഉള്ളതുകൊണ്ട് അവൾ പാപിനിയാണെന്ന് അറിഞ്ഞിട്ട് പോലും വിട്ടുകൊടുക്കാൻ ഈശോ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈശോ ഒരു എഗ്രിമെൻറ്റും വെക്കാതെ കൊണ്ട് അവളെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്. അവന് ഹൃദയമുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ വിചാരങ്ങളെ വിവേചിച്ചറിയുവാനായിട്ട് ഈശോയ്ക്ക് പറ്റുന്നു. അതുകൊണ്ടാണ് ഈശോ അവളിലുള്ള ഒരു കുറവും നോക്കാതെ അവളെ സ്വീകരിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തെ അത് സുവിശേഷങ്ങളുടെ സുവിശേഷമായിട്ടാണ് കാണുന്നത്. അവർ ധൂർത്തപുത്രൻ്റെ ഉപമ പ്രത്യേകിച്ചും കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, ഇതൊക്കെ ഈശോ പറയുന്നതും ഇത് തന്നെയാണ്. കാണാതെ പോയ പലതിനെയും കണ്ടെത്തുന്നതാണ്. ധൂർത്തപുത്രനോടും ഈശോ ഒരു എഗ്രിമെൻറ്റും വെക്കുന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് നീ കൊണ്ടുപോയതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പോലും ചോദിക്കാതെ കൊണ്ട് സ്വീകരിച്ച പിതാവാണ് ഈശോ. മകൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന പിതാവ്. കാരണം അവൻ്റെ ഉള്ളു നിറയെ സ്നേഹമാണ്. ഇതെല്ലാം തിരിച്ചു പോയെങ്കിലും, മകൻ പിതാവിനെ ഉപേക്ഷിച്ച് പോയെങ്കിലും അവനോട് ദേഷ്യമില്ല, വിരോധമില്ല, വൈരാഗ്യമില്ല. തിരിച്ചു വരട്ടെ എന്ന സ്നേഹത്തോടു കൂടിയുള്ള ഒരു പിതാവിൻ്റെ കാത്തിരിപ്പാണ് നമ്മളതിൽ കാണുന്നത്. ആ മകൻ തിരിച്ചു വരുമ്പോൾ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്ന പിതാവ്, അത് ഹൃദയത്തിൻ്റെ നിറവാണ്, സ്നേഹത്തിൻ്റെ നിറവാണത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നതും ഹൃദയമുള്ള മനുഷ്യരായിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിരാക്ഷസന്മാർ നമുക്ക് ധാരാളമുണ്ട്. ബുദ്ധി കൊണ്ട് പല ടെക്നോളജികളും കണ്ടുപിടിക്കുകയും അത് ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമാണ്, ദൈവം നൽകിയിട്ടുള്ള ബുദ്ധിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി കടന്നുകൊണ്ട് ഹൃദയം വിചാരത്തോടു കൂടി നല്ലൊരു ആർദ്രതയുള്ള, കരുണയുള്ള, സ്നേഹമുള്ള മനുഷ്യനായിക്കൊണ്ട്, ഹൃദയമുള്ള മനുഷ്യനായിക്കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ദൈവ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നത്. ഇപ്പോൾ ഇത് നേഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമാണല്ലോ. ഈ നേഴ്സുമാർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. അവർ ഹൃദയം കൊണ്ടാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അവരുടെ സ്നേഹം, രോഗികളോട് കാണിക്കുന്ന കരുണ, അവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഹൃദയമില്ലാത്ത ഒരു വ്യക്തിക്ക് സ്നേഹത്തോടു കൂടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് സാധ്യമല്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നേഴ്സുമാരൊക്കെ എത്രയോ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു. ഏത് പ്രതികൂല കാലഘട്ടത്തിലും ഓടിച്ചെല്ലും. ഒരു ആക്സിഡൻറ്റ് വന്നു, ഉറങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിൽ പോലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ കേസ് അറ്റൻഡ് ചെയ്യണം, ഓടിച്ചെല്ലുകയാണ്. ഒരു മനുഷ്യ ജീവനോടുള്ള സ്നേഹത്തെയാണ് അത് കാണിക്കുന്നത്. ആ സ്നേഹത്തെ പ്രതി ഓടിച്ചെല്ലുന്നു, അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുന്നു. തങ്ങളുടെ ഉറക്കം, ലിഷർ ടൈം, ഇതൊക്കെ അവർ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. എന്തിനാ? ആ വ്യക്തിയുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈശോ കൊടുത്ത പ്രതിഫലം തൻ്റെ ജീവനാണ്, തൻ്റെ രക്തമാണ്. അവസാനത്തുള്ളി രക്തം പോലും ഈ ലോകത്തോടുള്ള സ്നേഹത്താൽ വാർത്തവനാണ് ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, ഒരുവൻ പോലും നശിച്ചു പോകാതെ ലോകം മുഴുവനും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിലൂടെ നമ്മൾ അറിയുന്നത്. ആ സ്നേഹമാണ് നമ്മൾ പങ്കുവയ്ക്കേണ്ടത്. ഒരുവൻ പോലും നഷ്ടപ്പെടരുത്, എല്ലാവരും രക്ഷ പ്രാപിക്കണം, ജീവനിലേക്ക് പ്രവേശിക്കണം, ദൈവത്തിൻ്റെ മക്കളായി മാറണം. അതാണ് ഈശോയുടെ ലക്ഷ്യം. അതിൻ്റെ ശുശ്രൂഷകരായി മാറുകയാണ് പ്രത്യേകിച്ച് നേഴ്സുമാരെല്ലാവരും. ഡോക്ടേഴ്സ്, നേഴ്സുമാരൊക്കെ ഇതിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവർ, ഒരു ജീവനെ രക്ഷിക്കുവാനായിട്ട് എത്രയോ കഠിന ശ്രമം നടത്തുന്നു. ഞാനൊരു ദിവസം ചാലക്കുടിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിൽ തന്നെ പെട്ട ഒരച്ഛനെ പെട്ടെന്ന് പനി വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അച്ഛൻ ആശുപത്രിയിലായപ്പോൾ രാത്രിയിൽ ഞങ്ങൾ പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. കാഷ്വാലിറ്റിയിലാണ് അച്ഛൻ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ രാത്രി അവിടെ ചെന്നു. അപ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു.
അങ്ങനെ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ സമയത്താണ് ഒരു അപകടം സംഭവിച്ച് ഒരപ്പനും അമ്മയും കുഞ്ഞും ബൈക്ക് അപകടത്തിൽ പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ ഡോക്ടേഴ്സും നഴ്സുമാരും ഓടി വരികയാണ് അവിടേക്ക്. കൊണ്ടുവന്നപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു. കുഞ്ഞിനൊന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഈ അപ്പനും അമ്മയും ഒരല്പം ജീവശ്വാസം അവരിലുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്താനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. പെട്ടെന്ന് അവർ അവിടെ ആ മുറിയിലേക്ക് കയറ്റി ഹാർട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട്. അവർ കഴിക്കുന്ന പെടാപ്പാട് ഭയങ്കരമാണ്. ശരിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ഈ ഹാർട്ടിൻ്റെ ബീറ്റിംഗ് ഒന്ന് ശരിയാക്കാനായിട്ട് ശ്രമിച്ച ഡോക്ടർ ശരിക്ക് വിയർത്ത് കുളിച്ചു. വലിയൊരു കഠിന അധ്വാനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന രീതിയിലാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം അല്പം പോലും ടയേർഡായില്ല എന്നുള്ളതാണ്. നഴ്സുമാരെ കൂടി നടക്കുന്നുണ്ട്, അവർ പല പല ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്, എല്ലാം പെട്ടെന്നൊക്കെ എടുത്തു കൊടുക്കുന്നു. ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്ന കാണാൻ മാത്രമേ പറ്റുന്നുള്ളൂ. കാരണം ഈ മെഡിക്കൽ ടൈംസ് ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവർ, ആ ജീവനെ നിലനിർത്താനായിട്ട് അവർ കഴിക്കുന്ന പെടാപ്പാട്. കാരണം ദൈവം നൽകിയ ജീവൻ, അതിന് വിലയുണ്ട്. അതാണ് ലോകത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും മൂല്യം മനുഷ്യൻ്റെ ജീവിതത്തിനാണ്. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഈ ലോകം മുഴുവനും ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മനുഷ്യന് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള അവകാശവും അധികാരവും കൊടുത്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. കാരണം അത്രമാത്രം വിലയുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ടല്ലേ ദൈവം കാത്തിരിക്കുന്നത്? എന്തോരം തെറ്റിപ്പോയാലും ദൈവം കാത്തിരിക്കുക, മകനെ തിരിച്ചു വാ എന്നുള്ളത്. കാരണം തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഓരോ മനുഷ്യനിലുമുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, അവൻ്റെ ശരീരത്തിൽ ഓടുന്ന ആ രക്തം, അത് തമ്പുരാൻ്റെ രക്തമാണ്, തമ്പുരാൻ്റെ ജീവനാണ്. ആ ജീവനെ ദൈവം ഒത്തിരിയേറെ വിലമതിക്കുന്നു. അതുകൊണ്ടാണ് തിരിച്ചുവരവ് കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഓരോ മനുഷ്യൻ്റെയും ജീവനെ സംരക്ഷിക്കണം, ഓരോ മനുഷ്യൻ്റെയും ജീവനെ കരുതലോടെ കാവലോടെ നമ്മൾ ശുശ്രൂഷിക്കണം. പലപ്പോഴും ഇന്നത്തെ ചില കുടുംബാവസ്ഥകളൊക്കെ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. എവിടെയെങ്കിലും മൂലയ്ക്ക് കിടക്കട്ടെ, ഇതൊക്കെ ഒന്ന് തട്ടിപ്പോകട്ടെ, ഇല്ലാതെയായി തീരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരെ കാണാറുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ പോലും സ്വന്തം പിതാവിനെ മാതാവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് മനസ്സില്ലാത്ത നിരവധി മക്കളുണ്ട്. സ്വന്തം മക്കളെ ഉപേക്ഷിക്കുന്നു. വളരെ പുഴുവരിച്ച അവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യങ്ങളും കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അവിടെയൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് നോക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് എന്നുള്ള മനോഭാവം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മൂല്യശോഷണം സംഭവിക്കും. ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ടത് ഹൃദയമാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ട മൂല്യം കരുണ കാണിക്കണം, മറ്റുള്ളവനോട് സ്നേഹം തോന്നണം, അവരെ ശുശ്രൂഷിക്കണം. ഒരമ്മച്ചി ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഇനി എനിക്ക് കിടക്കണമെന്ന് ആഗ്രഹമില്ല, എന്നെ ശുശ്രൂഷിക്കാൻ ആരുമില്ല, അച്ചോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ മരിക്കാനായിട്ട്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അങ്ങനെ പറയരുത്. ദൈവം അമ്മച്ചിയെ സ്നേഹിക്കുന്നു. ഇനിയും അമ്മച്ചിയിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവത്തിന് സാധിക്കാനുള്ളത് കൊണ്ടാണ് ജീവനെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ജീവൻ മോശമാണ് എന്നോ ദുരിതമാണ് എന്നോ ക്ലേശമാണ് എന്നോ ഒന്നും ചിന്തിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ തിരിച്ചെടുക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധമായ ഹൃദയത്തെ സമർപ്പിക്കുവാനായിട്ടാണ് ഓരോ ശുശ്രൂഷകരും, പ്രത്യേകിച്ച് നേഴ്സുമാർ പരിശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധമായ ഹൃദയത്തോടെ ഇവർ കൊടുക്കുന്ന മൂല്യങ്ങളുണ്ട്. മക്കൾ പോലും കൊടുക്കാത്ത സ്നേഹവും കരുണയും ആർദ്രതയും എല്ലാം കൊടുക്കാനായിട്ട് പലപ്പോഴും ഇവർക്ക് സാധിക്കുന്നു. അവരോട് അത്ര അടുത്ത് ഇടപഴകി സ്വന്തം എന്ന നിലയിൽ ഇവർ ശുശ്രൂഷ ചെയ്യുന്നു. ആ ശുശ്രൂഷ ദൈവസന്നിധിയിൽ ഒത്തിരി പ്രതിഫലം നൽകുന്നതാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് ശമ്പളം കിട്ടുന്നുണ്ടാകാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്ന് നേഴ്സുമാർക്ക് തുച്ഛമായ ഒരു ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും എത്രയോ മണിക്കൂർ അവർ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു രോഗി പോലും മരിച്ചു പോകാനായിട്ട് അവർ മനസ്സ് കാണിക്കുന്നില്ല. അവരൊക്കെ ജീവിക്കട്ടെ എന്ന് കരുതി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലം അവരനുഭവിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലൂടെ അവരനുഭവിച്ചു. അതാണ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷയിലൂടെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതും
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. അതിങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസ്നേഹ അനുഭവത്തിലേക്ക് വളരണം. ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അത് അഗാപ്പയാണ്, സ്നേഹവിരുന്നാണ്. ക്രിസ്തു കൊടുക്കുന്നത് വിരുന്നാണ്. തൻ്റെ ജീവനെ തന്നെ വിരുന്നായിട്ട് പകുത്തു കൊടുക്കുകയാണ്. വിരുന്ന് കൊടുക്കുന്നതിനൊരു അർത്ഥമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുവാനായി, ആ സന്തോഷത്തിൽ പങ്കുചേരുവാനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു. എന്നിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താ? എൻ്റെ വിയർപ്പിൻ്റെ, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു. കാരണം സന്തോഷം കുറേയും കൂടി വർദ്ധിക്കുവാൻ, പൂർണ്ണമാകുവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ്, വാങ്ങുന്നതല്ല. അതെൻ്റെ വിയർപ്പിൻ്റെ, അധ്വാനത്തിൻ്റെ ഫലമാണ്. അതെനിക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ കൂടെ എനിക്ക് കൈവശമാക്കാൻ പറ്റുമെന്നും കരുതിയിട്ടല്ല. ക്രിസ്തു കൊടുക്കുന്നത് ഈ അഗാപ്പെ കൊടുക്കലാണ്, ഒരിക്കലും വാങ്ങലല്ല, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല. അവൻ കൊടുത്ത വിരുന്ന് തൻ്റെ തന്നെ ജീവനാണ്. കുരിശിലുള്ള അവൻ്റെ സമർപ്പണം, അവസാനത്തുള്ളി രക്തം, അത് കൊടുക്കലാണ്. ലോകം രക്ഷ പ്രാപിക്കട്ടെ, അതാണ് ക്രിസ്തുവിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോ കൊടുക്കൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ, ഒന്നും പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടില്ല. ഒരു മനുഷ്യനിൽ നിന്നും 10 പൈസയുടെ പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ക്രിസ്തു വന്നത്. അതുകൊണ്ട് പ്രതിഫലത്തെക്കാളൊക്കെ ഉപരിയായിട്ട് കൊടുക്കലായിട്ട് മാറുമ്പോഴാണ് അത് സ്നേഹ വിരുന്നാകുന്നത്. അതാ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ഹൃദയത്തിൻ്റെ സ്നേഹം. തിരുഹൃദയത്തിനുള്ളത് സ്നേഹമാണ്. എല്ലാവർക്കുമായിട്ട് കൊടുക്കുക, വീതിച്ചു കൊടുക്കുക. എന്നിട്ട് വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ? ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു വീതം എനിക്ക് തരാനൊന്നും പറയുന്നില്ല, കൊടുക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി കൊടുക്കുക, ദാനം ചെയ്യുക. പ്രിയമുള്ളവരെ, എത്രയോ സ്വത്തും കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ കൂട്ടിവെച്ചിട്ടുണ്ട്. എത്രയോ വ്യക്തികൾ വലിയ വലിയ ധനവാന്മാരായിട്ട് ജീവിക്കുന്നുണ്ട്. അധ്വാനിച്ച് സമ്പാദിക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും ഈ സമ്പാദ്യങ്ങളൊക്കെ കൂട്ടിവെക്കുമ്പോൾ ഓർക്കേണ്ടത്, ഇതൊന്നും കിട്ടാതെ കഷ്ടത അനുഭവിക്കുന്ന നിരവധി മക്കൾ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. 70% സമ്പത്ത് 30% കയ്യിലിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ 70% അർഹതപ്പെട്ടതാണ് മറ്റുള്ളവരുടെ അറപ്പുരയിൽ വെച്ച് പൂട്ടിയിരിക്കുന്നത്. എൻ്റെ അറപ്പുരയിൽ വെച്ച് പൂട്ടിയിരിക്കുന്ന ബാക്കി വന്ന ഭക്ഷണം, അത് പാവപ്പെട്ടവൻ്റെ അന്നന്നത്തെ അപ്പമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിഷമിക്കുന്ന എത്രയോ മക്കൾ നമ്മുടെയൊക്കെ തെരുവിലൂടെ നടക്കുന്നുണ്ട്. എത്രയോ മക്കൾ ഒന്നും മിണ്ടാനാകാതെ, അഭിമാനം സമ്മതിക്കാതെ വീടുകളിൽ കഴിയുന്നുണ്ട്. അവരോട് കാണിക്കേണ്ട ഒരു ഹൃദയത്തിൻ്റെ ഐക്യം, സ്നേഹം, ആർദ്രത, കരുണ, ഇതൊന്നും കാണിക്കാതെ, ഇതൊന്നും എന്നെ സംഭവിക്കുന്ന കാര്യമേയല്ല എന്ന നിലയിൽ ജീവിക്കുമ്പോൾ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കുവാനോ അത് പങ്കുവെക്കുവാനോ സാധിക്കുന്നില്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ കൂട്ടിവെച്ചുകൊണ്ടിരുന്നിട്ടും ഒരു സമാധാനവും കിട്ടുന്നില്ല, സന്തോഷവും കിട്ടുന്നില്ല. പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് സമ്പത്ത് കൂടുതലുള്ളവരാണ്. പണം വരുത്തുവാൻ പണി, വരുത്തിയാൽ ഇത് ഇരുത്തുവാൻ പണി, ഇരുത്തിയാൽ അത് പരത്തുവാൻ പണി എന്നൊക്കെ കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. എന്നതുപോലെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൂട്ടിവെക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. പക്ഷേ പലപ്പോഴും ഇതൊക്കെ കൂട്ടിവെക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്ന ഈ സമാധാനത്തിൻ്റെ വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നില്ല. പണം കൊടുത്ത് സമാധാനം മേടിക്കാൻ പറ്റില്ല. പണം കൊടുത്ത് നമുക്ക് വസ്തുക്കൾ മേടിക്കാം, സമാധാനം മേടിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുന്നു, എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് കാരക്കാട്ടച്ചൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പണം കൊടുത്ത് ഭക്ഷണം മേടിക്കാം, വിശപ്പ് മേടിക്കാൻ പറ്റുമോ? പണം കൊടുത്ത് മരുന്ന് മേടിക്കാം, ആരോഗ്യം മേടിക്കാൻ പറ്റുമോ? പണം കൊടുത്ത് കിടക്കം മേടിക്കാം, ഉറക്കം മേടിക്കാൻ പറ്റുമോ? ഇതൊക്കെ തരാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവർ, ലോകത്തിലുള്ള നേട്ടങ്ങൾക്ക് പുറകെ ഓടുമ്പോൾ അല്പം പോലും കരുണയോ സ്നേഹമോ ഒന്നും ഇല്ലാതെ കൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങൾ മാത്രം, എൻ്റെ സ്വാർത്ഥത മാത്രം നടക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് സമാധാനമാണ്, ഉറക്കമാണ്, വിശപ്പാണ്, ആരോഗ്യമാണ്. ഇതൊന്നും പണം കൊടുത്ത് മേടിക്കാനായിട്ട് പറ്റില്ല, ഇവിടെ കിട്ടില്ല. അതൊന്നും ഒരു മാർക്കറ്റിൽ ചെന്നാലും ഇതൊന്നും മേടിക്കാൻ പറ്റില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ വേണം. ഈ കൃപ ലഭിക്കുന്നത്
സ്നേഹമുള്ളൊരു ഹൃദയമുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരോട് കാണിക്കുന്ന ആർദ്രത, കരുണ അതുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മനസമാധാനമുള്ളവന് ഉറങ്ങാൻ പറ്റും. മനസമാധാനമുള്ളവന് വിശപ്പുണ്ടാകും, അവന് ഭക്ഷിക്കാൻ പറ്റും. മനസമാധാനമുള്ളവന് ആരോഗ്യമുണ്ടാകും, അവന് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്, അതാണ്. മനസമാധാനം നമുക്കൊക്കെ ഉണ്ടാകണം. അതിന് നമുക്കുണ്ടാകേണ്ടത് ഈശോയ്ക്കുണ്ടായിരുന്ന ആ ഹൃദയം, തിരുഹൃദയത്തിൻ്റെ സ്നേഹം, തിരുഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന തിരുരക്തം, അതെനിക്ക് വേണ്ടി ദാഹിക്കുന്നു, എനിക്ക് വേണ്ടി കരയുന്നു, എൻ്റെ ദാഹം തീർക്കുവാനായിട്ട് ആ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന രക്തം എനിക്ക് തരുന്നു. അത് ഞാൻ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവശുദ്ധി കൂടി എനിക്ക് കാണിക്കണം. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് പടിക്ക് പുറത്തിറങ്ങുന്നില്ലേ? പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു ഒരുപക്ഷെ നിർമ്മലമായ ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വിശുദ്ധ കുർബാന ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ സ്വീകരണം പലപ്പോഴും അർത്ഥവത്താകുന്നില്ല. ഈശോയെയാണ് ഞാൻ സ്വീകരിച്ചത്, ഈശോയുടെ സ്നേഹമാണ് ഞാൻ ഉൾക്കൊണ്ടത്, അവൻ എന്നോട് കാണിച്ച കരുണയാണ് ഞാൻ സ്വീകരിച്ചത്. ആ സ്വീകരിച്ച ഈശോ എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേരുകയാണ്, എൻ്റെ മജ്ജയിലും മാംസത്തിലും അവൻ അതിൻ്റെ ഭാഗവാക്കായി മാറുകയാണ്. ഞാൻ ഉൾക്കൊള്ളേണ്ട വ്യക്തിത്വം ഈശോയുടെ വ്യക്തിത്വമാണ്, ഈശോ എന്നിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ഓരോ ദിവസത്തും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഞാൻ ആയിത്തീരേണ്ടത് മറ്റൊരു ഈശോ ആണ്. ഈശോയെ പോലെ ആയിത്തീരുവാനായിട്ട്, മറ്റൊരു ഈശോ ആകുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെ കുർബാന സ്വീകരണം അല്ലെങ്കിൽ എൻ്റെ വിശുദ്ധ കുർബാന അർപ്പണം പലപ്പോഴും അർത്ഥവത്താകുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസിനെ ലോകം വിളിച്ചത് എന്താ? രണ്ടാം ക്രിസ്തു എന്നാണ്. അവൻ രണ്ടാം ക്രിസ്തുവായി. കാരണം ഈശോ ജീവിച്ചതുപോലെ തന്നെ അവൻ ജീവിച്ചത് കൊണ്ട് അവൻ ക്രിസ്തു എന്ന അപരനാമത്തിന് അവൻ അർഹനായി മാറി. പ്രിയമുള്ളവർ, ഫ്രാൻസിസിനുണ്ടായിരുന്നത് ഈശോയുടെ ഹൃദയമാണ്. എല്ലാ ചരാചരങ്ങളോടും സ്നേഹമാണ്. ഉറുമ്പിനോടും പുഴുവിനോടും ഇലയോടും കായോടും ഒക്കെ അവനുണ്ടായിരുന്നത് സ്നേഹം. ദൈവത്തിൻ്റെ സൃഷ്ടി, തമ്പുരാൻ എനിക്ക് തന്ന സഹോദരങ്ങളാണ് അവരൊക്കെ എന്നുള്ള മനോഭാവത്തോടെയാണ് ഫ്രാൻസിസ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവായി മാറിയത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ചൈതന്യം, സ്നേഹത്തിൻ്റെ ആ ചൈതന്യം ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കണം. ഈ ലോകത്ത് ഇത്രമാത്രം യുദ്ധങ്ങളുണ്ടായത് എന്തുകൊണ്ടാണ്? സ്വാർത്ഥത കൊണ്ടാണ്. സ്നേഹമാണ് ഹൃദയത്തിലുള്ളതെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെയും കാര്യമില്ല, ഒരു തല്ലുപിടുത്തത്തിൻ്റെ പ്രശ്നമില്ല, ഒരു തർക്കങ്ങളൊന്നും ഉണ്ടാകില്ല. സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ മാസം നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ്, അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ്. എനിക്ക് വേണ്ടി കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ആ ഒരവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൃദയമുള്ള മനുഷ്യരായി മാറുക, മൂല്യങ്ങളുള്ള ഹൃദയമുണ്ടാകട്ടെ. അതാണ് അതിൻ്റെ സാമൂഹ്യമായ മാനം എന്ന് പറയുന്നത്. ഹൃദയത്തിനുള്ളൊരു സാംസ്കാരികമായൊരു തലം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു പ്രകടനം, അത് സ്നേഹമായി കരുണയായി നമ്മൾ കാണിക്കേണ്ട ചില പ്രകടനങ്ങളുണ്ട്. അത് കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഹൃദയം ഉള്ള വ്യക്തിയായിട്ട് ഞാൻ മാറുന്നത്, ഹൃദയമുള്ള വ്യക്തിയായി നിങ്ങൾ ഓരോരുത്തരും മാറുന്നത് അപ്പോഴാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് അതാണ്, ഹൃദയം. സ്നേഹം തുടിക്കുന്ന ഒരു ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ധാരാളം രോഗികളെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാരുണ്ട്. അവരൊക്കെ ഹൃദയത്തിൻ്റെ ആർദ്രതയിൽ നിന്നാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തോടു കൂടിയാണ് ഓരോ രോഗിയെയും ശുശ്രൂഷിക്കേണ്ടത്. അങ്ങനെയാണ് അവർ ശുശ്രൂഷിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല തമ്പുരാനെ, ലോകം മുഴുവൻ ശുശ്രൂഷ ചെയ്യുന്ന 2 കോടിയിലധികം വരുന്ന നേഴ്സുമാരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, നിൻ്റെ ജീവിക്കുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത് എന്നുള്ള ആ തിരുവചനം ഓർത്തുകൊണ്ട്, മരുന്നിനേക്കാളും ലേപനത്തെക്കാളൊക്കെ ഉപരിയായി ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ട കൃപ ഓരോ മക്കൾക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവരുടെ ശുശ്രൂഷയെ ദൈവ ശുശ്രൂഷയാക്കി സ്വർഗരാജ്യത്തിൽ അവർക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്ന വലിയ ഒരു സേവനമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും തിരുഹൃദയത്തിൻ്റെ സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് ബഹുമാനപ്പെട്ട വിൽസൺ അച്ഛനിലൂടെ നമ്മോട് സംസാരിച്ച ദൈവസ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ തിരുഹൃദയത്തിലെ ഒരു പൊരിയായി മാറാൻ ആഗ്രഹിച്ച വിശുദ്ധ അൽഫോൻസാമ്മയെപ്പോലെയും ദൈവസ്നേഹത്താൽ മാറിടം പൊള്ളിയ വിശുദ്ധ ഫിലിപ്പ് നേരി പുണ്യവാളിനെ പോലെയുമെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹജ്വാലയിലെ തീനാളങ്ങൾ നമ്മളിലും ജ്വലിക്കട്ടെ. അത് നമ്മളിലൂടെ ലോകം മുഴുവനിലേക്കും പടരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. പരിപാവ